കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി നയിക്കുന്ന LDF മധ്യമേഖലാ വികസന മുന്നേറ്റ ജാഥയ്ക്ക് വൈപ്പിൻ മണ്ഡലത്തിലെ ചെറായിയിൽ വമ്പിച്ച വരവേൽപ്പ് നൽകി. ചെറായി ദേവസ്വം നടയിലെത്തിയ ജാഥയെ ചെണ്ടമേളം, കാവടി, തെയ്യം, ചവിട്ടുനാടകം എന്നിവയുടെ അകമ്പടിയോടെ LDF മണ്ഡലം കൺവീനർ AP പ്രിനിലിന്റെ നേതൃത്വത്തിലാണ് സ്വീകരണ കേന്ദ്രമായ ഗൗരീശ്വരം മൈതാനത്തിലേക്ക് ആനയിച്ചത്. തീരദേശവുമായി ബന്ധപ്പെട്ട് എപ്പോഴും മത്സ്യത്തൊഴിലാളികൾ നേരിടുന്ന വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ പ്രളയമുണ്ടായപ്പോൾ ഞങ്ങളൊക്കെ കോട്ടയത്തും ആലപ്പുഴയിലും ഒക്കെ നമ്മുടെ റാന്നിയിലെ ഈ പ്രദേശത്തൊക്കെ ഈ മത്സ്യത്തൊഴിലാളികളായിരുന്നു ഞങ്ങളുടെ കാവൽക്കാരായി അവിടെ ഓടിയെത്തിയത്. അതിന് സംശയമൊന്നുമില്ല. ഞങ്ങളൊക്കെ നേവി വന്നു, ആർമി വന്നു, അവർക്ക് എങ്ങനെ രക്ഷപ്പെടുത്തേണ്ടെന്ന് പോലും അറിയത്തില്ല. പക്ഷെ കൃത്യമായി എങ്ങനെ പോകണം, എങ്ങനെയാണ് ഓരോരുത്തരെ രക്ഷിക്കേണ്ടത് എന്ന് കൃത്യമായി ജീവൻ പണയം വെച്ച് അവിടെ വന്നത് നമ്മുടെ ആർമിയായി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവർക്ക് കാവൽക്കാരായി വന്നത് മത്സ്യത്തൊഴിലാളികളാണ്. അവരൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല. പക്ഷെ ഏറ്റവും കൂടുതൽ ഒരു തരത്തിൽ പറഞ്ഞ ഈ രാജ്യത്ത് ഇന്ന് വിഷമം അനുഭവിക്കുന്നത് മത്സ്യത്തൊഴിലാളികൾ തന്നെയാണ്. കാരണം ഒന്ന്, നമുക്കൊരു കടക്ഷോഭം ഉണ്ടാവുമ്പോൾ, രണ്ട്, നമുക്കറിയാം ഒരു തുറമുഖമൊക്കെ നമുക്ക് ആവശ്യമാണ്, അവരുടെ മാറേണ്ടി വരും, മൂന്ന്, ടൂറിസം വരുമ്പോൾ, ഇതെല്ലാം വരുമ്പോൾ മാറി പോകേണ്ടത് ചിലപ്പോൾ അവരുടെ ജീവിതം മാർഗം ഇല്ലാതാകുന്നതും മത്സ്യത്തൊഴിലാളികൾക്കാണ്. മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട ഞാൻ ഓർക്കുന്ന 2 വർഷക്കാലം മുമ്പ് ഞാനൊരു സബ്മിഷൻ പാർലമെന്റിൽ കൊടുത്തു. ആ പാർലമെന്റിൽ കൊടുത്തത് മറ്റൊന്നുമല്ല, പലവർക്കും അവകാശങ്ങളുണ്ട് നമ്മുടെ സമൂഹത്തിൽ. പക്ഷെ കടലിന്റെ മക്കൾക്കൊരു അവകാശമില്ല. ഞാൻ പറഞ്ഞു, കടലിന്റെ മക്കൾക്ക് കടൽ അവകാശം എന്ന് പറഞ്ഞ ഒരു നിയമം കൊണ്ടുവരണം എന്ന് ഞാൻ പാർലമെന്റിൽ പറഞ്ഞപ്പോൾ അതിന്റെ സബ്സ്റ്റൻസ് എല്ലാം ഞാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പക്ഷെ അതിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ സൂചിപ്പിച്ചു. ഇവിടെ 550 കിലോമീറ്റർ ഉണ്ട്. ഈ രാജ്യത്ത് തീരദേശം 7500 കിലോമീറ്റർ ഉണ്ട്. ഇതൊക്കെ വരുമ്പോഴും അവരുടെ മാർഗം ഇല്ലാതെയായി പോകുന്നുണ്ട്. ഒരു റൈറ്റ് അവർക്ക് കൊടുക്കണം, ഒരു അധികാരം കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ BJP ഉൾപ്പെടെയുള്ള പ്രതിപക്ഷത്തുള്ളവരുടെ മുഴുവൻ ആളുകളും അവിടെ ഏറ്റുനിന്ന് പറഞ്ഞു, ഞങ്ങൾ ജോസ് കെ മാണി പറഞ്ഞ ആ സബ്മിഷനോട് ഞങ്ങൾ അസോസിയേറ്റ് ചെയ്യുന്നു. KN ഉണ്ണികൃഷ്ണൻ MLA അധ്യക്ഷത വഹിച്ചു. LDF മണ്ഡലം കൺവീനർ AP പ്രിനിൽ, CPI മണ്ഡലം സെക്രട്ടറി KL ദിലീപ് കുമാർ, ജാഥാംഗങ്ങളായ KK ശൈലജ, P ബിജു, സുഭാഷ് പുഞ്ചക്കോട്ടിൽ, കേരള കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ജോസി P തോമസ്, NCP ബ്ലോക്ക് പ്രസിഡന്റ് MH റഷീദ്, കോൺഗ്രസ് S ബ്ലോക്ക് പ്രസിഡന്റ് PC പരമേശ്വരൻ, ആന്റണി സജി, പ്രമോദ് മാലിപ്പുറം, KA സാജിത്ത്, PO ആന്റണി എന്നിവർ സംസാരിച്ചു.